ഓം ശ്രീ മഹാദേവേ നമ. ശ്രീലളിത സഹസ്രനാമ സ്തോത്രം. നമ്മൾ 85-ാമത്തെ ശ്ലോകം അർത്ഥം പറയുന്നു. അത് 388-ാമത്തെ നാമങ്ങൾ തുടങ്ങുന്നു. നിത്യക്ലിന്ന നിരുപമ നിർവാണ സുഖദായിനി നിത്യ ഷോഡശികാരൂപ ശ്രീകണ്ഠാർത്ഥ ശരീരിണി. ദേവിയുടെ വിശേഷണങ്ങൾ: നിത്യക്ലിന്ന നിരുപമ നിർവാണ സുഖദായിനി നിത്യ ഷോഡശികാരൂപ ശ്രീകണ്ഠാർത്ഥ ശരീരിണി. 85-ാമത്തെ ശ്ലോകം. നിത്യക്ലിന്ന, നിത്യവും സദാസമയവും. നിത്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും. ക്ലിന്ന, ആർദ്രത നിറഞ്ഞ കാരുണ്യം നിറഞ്ഞ ഭാവമാണ് ദേവിക്ക് എപ്പോഴും ഉള്ളത്. അപ്പോൾ നിത്യക്ലിന്ന, എപ്പോഴും ആർദ്രത നിറഞ്ഞ ഭാവത്തോടു കൂടിയവൾ. കാരുണ്യത്തിന്റെ ഭാവമാണ് ആർദ്രം. ആ കാരുണ്യത്തിന്റെ ഭാവത്തോടു കൂടിയവളാണ് ദേവി. സർവം സഹയായ ഭാവമാണത്. ആർദ്രത എന്ന് പറയുന്നത്, നമ്മൾ ആർദ്രമായി, മനസ്സ് ആർദ്രമായി എന്ന് പറയുമ്പോൾ അത് മനസ്സ് അങ്ങ് അലിഞ്ഞു പോകുന്നു എന്നാണ്. അപ്പൊ സർവം സഹയായ ഭാവമാണ് ഈ ആർദ്രത എന്ന് പറയുന്നത്. എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതാണ് ഈ ഭാവം. അതാകട്ടെ ദേവിയിലുള്ള സഹജഭാവവുമാണ്. നിത്യം ദേവിയിലുള്ളതാണ്, ഇടയ്ക്ക് വരുന്നതല്ല. സദാസമയവും ദേവി ആർദ്രത നിറഞ്ഞ ഭാവത്തോടുകൂടി, സർവം സഹയായ ഭാവത്തോടുകൂടിയാണ് കുടികൊള്ളുന്നത്. നിരുപമ, ഉപമയില്ലാത്തവൾ. ദേവിയിലെ മഹിമാതിശയത്തെ സൂചിപ്പിക്കുന്നു. നിരുപമ എന്ന് പറഞ്ഞാൽ ദേവിക്ക് ദേവിയോട് ഉപമിക്കാൻ മറ്റൊന്നില്ല ഈ പ്രപഞ്ചത്തിൽ. പ്രപഞ്ചത്തിലെ സർവ്വ വസ്തുക്കളും ദേവീവംശഭൂതങ്ങളാണ്. ദേവിയിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ഈ പ്രപഞ്ചത്തിലെ സർവ്വ വസ്തുക്കളും. അതുകൊണ്ട് തന്നെ ന തസ്യ പ്രതിമ അസ്തി, വേറൊന്നും തന്നെ ഉപമിക്കാനില്ല എന്നാണ് പറയുന്നത്. ന തസ്യ പ്രതിമ അസ്തി, കഴിയില്ല, വേറൊന്നിനോടും ദേവിയെ ഉപമിക്കാൻ കഴിയില്ല എന്ന് ശ്രുതിവാക്യം. ആ ശ്രുതിവാക്യമാണ് സത്യമായിട്ടുള്ളത്. അടുത്തത് നിർവാണ സുഖദായിനി. നിത്യക്ലിന്ന നിരുപമ. പിന്നെയോ നിർവാണ സുഖദായിനി, നിർവാണ സുഖത്തെ പ്രദാനം ചെയ്യുന്നവൾ. നിർവാണ സുഖം എന്ന് പറഞ്ഞാൽ മോക്ഷസുഖമാണ്. നിർവാണം പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ മോക്ഷം പ്രാപിച്ചു എന്നാണ്. ശ്രീബുദ്ധനൊക്കെ തപസ് ചെയ്ത് ജ്ഞാനമുണ്ടായി, ബോധോദയമുണ്ടായി, നിർവാണ പ്രാപിച്ചു, ഒടുവിൽ നിർവാണ സുഖത്തെ പ്രാപിച്ചു എന്ന് പറയുമല്ലോ. അതേപോലെ നിർവാണ സുഖത്തെ പ്രദാനം ചെയ്യുന്നവൾ, ആ മോക്ഷസുഖത്തെ പ്രദാനം ചെയ്യുന്നവളാണ് ദേവി. നിർഗതം ബാണം ശരീരം യസ്മിൻ തത ശരീരം. നിർഗതം ബാണം ശരീരം യസ്മിൻ തത ശരീരം. അതായത് കർമ്മഫലം എയ്തുവിട്ട നിർഗതമായ ബാണം പോലെ എയ്തുവിട്ട ബാണമാണ് യസ്മിൻ തത ശരീരം, നമ്മുടെ ശരീരം. കർമ്മഫലം എയ്തുവിട്ടത്, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ വീണ്ടും വീണ്ടും നമുക്ക് ജന്മങ്ങളെ തരും. ആ ജന്മങ്ങളിൽ കൂടി നമ്മൾ അനുഭവിക്കേണ്ട സുഖദുഃഖങ്ങൾ അനുഭവിക്കും. വീണ്ടും ചെയ്യുന്ന കർമ്മം ചെയ്യാതിരിക്കാൻ കഴിയില്ല. വീണ്ടും ചെയ്യുന്ന കർമ്മങ്ങൾ വീണ്ടും ജന്മത്തെ തരും. അപ്പോൾ സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നതാണ് നമുക്ക് ആചാര്യന്മാർ ഉപദേശിക്കുന്നത്. അപ്പൊ ദുഷ്കർമ്മങ്ങൾക്ക് ദുഷ്ഫലമായിരിക്കും കിട്ടുന്നത്. ഇപ്പോൾ കർമ്മഫലം എയ്തുവിട്ട ബാണമത്രേ ശരീരം എന്നാണ് പറയുന്നത്. നിർഗതം എന്ന് പറഞ്ഞാൽ പോകുന്നത്. നിർഗതം ബാണം മുന്നോട്ട് പോവുകയാണ്. ശരീരം യസ്മിൻ തത ശരീരം. അപ്പോൾ കർമ്മബന്ധങ്ങൾ, കർമ്മഫലം എയ്തുവിട്ട ബാണമാണ് നമ്മുടെ ശരീരം. ഒരു വില്ലിൽ നിന്ന് തൊടുത്തുവിട്ട ബാണം അവിടെ എവിടെയും തങ്ങി നിൽക്കില്ല. ആ ബാണം പോലെ ജീവിത പ്രാരാബ്ധങ്ങൾ അഥവാ കർമ്മഫലങ്ങൾ അനുഭവിച്ചു തന്നെ തീരേണ്ടതാണ്, ഒഴിവാക്കാൻ കഴിയില്ല. എന്നാൽ ദേവി ഭക്തന് ജീവാത്മാവ് ഭക്തി ദൃഢമാകുമ്പോൾ ശരീരാഭിമാനത്തിൽ നിന്ന് മോചിതമാകുന്നു. ഭക്തി ദൃഢമാകുമ്പോൾ ജീവാത്മാവ് ശരീരാഭിമാനത്തിൽ നിന്ന്, ശരീരം എന്ത് എന്നുള്ള തോന്നലാണ്, ആ തോന്നൽ സംഭവിക്കുന്നു, മോചിതമാകുന്നു. ആ നിർവാണ സുഖം അതോടുകൂടി അനുഭവപ്പെടുന്നു. അത് യഥാർത്ഥ ഭക്തി. നമുക്ക് ഈ സന്യാസിമാരൊക്കെ, യോഗീശ്വരന്മാരൊക്കെ ഒരുപാട് ആ സുഖം അനുഭവിക്കുന്നവരാണ്. അവർ ഇങ്ങനെ തപസ് ചെയ്തോ അതുപോലെ തന്നെ ഏകാഗ്രമായി ധ്യാനിച്ച് ആ മോക്ഷസുഖത്തെ അനുഭവിക്കുന്നവരാണ്. അപ്പോൾ ആ നിർവാണ സുഖം അനുഭവിക്കണമെങ്കിൽ കടുത്ത ഭക്തി, യഥാർത്ഥമായ ഭക്തി ഉണ്ടായിരിക്കണം. ആ അവസ്ഥയിൽ താപത്രയങ്ങളൊന്നും തന്നെ ബാധകമല്ല. ഒരു ദുഃഖവും, ലൗകികമായതോ അലൗകികമായതോ ആയ ദുഃഖങ്ങളൊന്നും തന്നെ ബാധിക്കുകയില്ല.
പിന്നെയോ നിത്യ ഷോഡശികാരൂപ. അടുത്ത വിശേഷണം നിത്യ ഷോഡശികാരൂപ. നിത്യ എന്ന് പറഞ്ഞാൽ തിഥി ദേവതമാരാണ്. ദേവിയെ കാത്തു സൂക്ഷിക്കുന്ന അധിഷ്ഠാന ദേവതകളാണ് നിത്യാദേവതമാർ. അവർ തിഥിയാണ്. ചന്ദ്രനുമായി ബന്ധപ്പെട്ടതാണ് തിഥികൾ എന്ന് പറയുന്നത്. തിഥി നമുക്ക് നമ്മൾ ഈ വ്രതങ്ങളൊക്കെ നോൽക്കാനൊക്കെ വേണ്ടി ഏകാദശി, ദ്വാദശി, ദശമി, ത്രയോദശി, ചതുർദശി ഇതൊക്കെ തിഥിയാണ്. പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥ ഇങ്ങനെ പറയുന്നതെല്ലാം തിഥികളാണ്. ആ ചന്ദ്രന്റെ വൃത്തിക്ഷയങ്ങളെ ബാധിക്കുന്നതാണ് തിഥികൾ. അപ്പോൾ അതിന് നമുക്ക് ഓരോ വ്രതാനുഷ്ഠാനങ്ങൾക്കൊക്കെ ഈ തിഥികളെ നിശ്ചയിക്കാറുണ്ട്. ആ തിഥികൾക്ക് അധിഷ്ഠാന ദേവതകളുണ്ട്. ആ ദേവതകളെ മൊത്തം പറയുന്നത് നിത്യാദേവതകൾ എന്നാണ്. ആ നിത്യാദേവിമാർ 15 പേരുണ്ട്. ആ 15 പേരും പ്ലസ് ലളിത, ത്രിപുര സുന്ദരിയും കൂടി ചേരുമ്പോൾ, ദേവിയുടെ അധിഷ്ഠാന ദേവതകളാണല്ലോ, അപ്പൊ ദേവി കൂടി ചേരുമ്പോൾ 16 നിത്യാദേവിമാരുടെ രൂപം ധരിച്ചവൾ. നിത്യ ഷോഡശികാരൂപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോഡശം എന്ന് പറഞ്ഞാൽ 16 എന്നാണ് ഉദ്ദേശിക്കുന്നത്. നിത്യ ഷോഡശികാരൂപ 16 ദേവിമാരുടെ രൂപം ധരിച്ചവൾ, നിത്യാദേവിമാരുടെ രൂപം ധരിച്ചവൾ. അപ്പോൾ പ്രഥമയാണ് തുടങ്ങുന്നത്. പ്രഥമ മുതൽ പൗർണമി വരെ 15 തിഥികളാണ്. അതോട് ലളിതാദേവിയോട് കൂടി 16 പേർ. 73ാമത്തെ നാമത്തിൽ, അതായത് 28ാമത്തെ ശ്ലോകത്തിൽ, നമ്മളിപ്പോൾ 85 നോക്കുന്നത്, 28ാമത്തെ ശ്ലോകത്തിൽ തിഥി ദേവതമാരെ കുറിച്ച് പറയുന്നുണ്ട്. ആ തിഥി ദേവതമാർക്ക് ഓരോ പേരുകളുണ്ട്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പേരുകൾ പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി, ഷഷ്ടി, സപ്തമി, അഷ്ടമി ഇങ്ങനെ തുടങ്ങുന്നു. അതേസമയം ഇതിനെല്ലാം ഓരോ പേരുകളുണ്ട്, ദേവതമാരുടെ പേരുകളാണ്. ആ തിഥികളുടെ ദേവതമാർ പ്രഥമ കാമേശ്വരി, അതുപോലെ തന്നെ ദ്വിതീയ ഭഗമാലിനി, തൃതീയ നിത്യക്ലീന, ചതുർത്ഥി ഭേരുണ്ട, പഞ്ചമി വന്യവാസിനി, പിന്നെ ഷഷ്ടി, പഞ്ചമി കഴിഞ്ഞാൽ ഷഷ്ടി മഹാവിദ്വേശ്വരി, സപ്തമി ദൂതി, അഷ്ടമി ത്വരിത, പിന്നെ നവമി, അഷ്ടമി കഴിഞ്ഞാൽ നവമി കുളസുന്ദരി അല്ലെങ്കിൽ കുളസുന്ദരി എന്നും കുലസുന്ദരി എന്നും 2 തരത്തിൽ പറയും. പിന്നെ നീലപതാക ദശമി, നവമി കഴിഞ്ഞാൽ ദശമി, നീലപതാക. ദശമി കഴിഞ്ഞാൽ ഏകാദശി വിജയ, ദ്വാദശി സർവമംഗള, ത്രയോദശി ജ്വാല, ചതുർദശി മാലിനി, പൗർണമി ചിത്ര, കലാസ്വരൂപിണിയായ ദേവി പഞ്ചദശി. ഇങ്ങനെയാണ് ഇത്രയും 16 ദേവിമാരുടെ പേര്. അതിഥി ദേവതമാരാണ് അവര്. ആ ദേവതമാര് ദേവിയുടെ അധിഷ്ഠാന ദേവതമാരാണ്. ത്രിപുര സുന്ദരിക്ക് അംഗരക്ഷ ചെയ്യുന്ന ഭണ്ഡാസുരനുമായി യുദ്ധത്തിൽ ആ സമയത്താണ് 28ാമത്തെ ശ്ലോകം പറയുന്നത്. ഈ ദേവതമാര് ദേവിയെ കാത്തു രക്ഷിക്കുന്ന, അംഗരക്ഷ ചെയ്യുന്ന അധിഷ്ഠാന ദേവതമാരാണ് നിത്യാദേവതമാർ. അവർ യുദ്ധത്തിൽ ദേവിക്ക് വേണ്ടി കഠിനമായ യുദ്ധങ്ങൾ ചെയ്യുമ്പോൾ ദേവി അതിൽ വളരെ സന്തുഷ്ടയായി കാണുന്നു എന്ന് വർണ്ണിക്കുന്നുണ്ട്. ഈ നിത്യാദേവതമാരെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ഇച്ഛാശക്തിയുടെ പ്രതീകമായ ഇവർക്ക് പരാജയം ഒരിക്കലും സംഭവിക്കുന്നില്ല. അതാണ് ചന്ദ്രന്റെ വൃദ്ധിക്ഷയങ്ങളെ സൂചിപ്പിക്കുന്ന ഈ തിഥികൾ വ്രതാനുഷ്ഠാനത്തിന് വേണ്ടി ഭക്തജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ദിനങ്ങളാണ്. പ്രഥമ മുതൽ ക്രമേണ വർദ്ധിച്ചു വരുന്ന ആത്മശക്തി. അവിടെ ചന്ദ്രൻ പതുക്കെ ഉയർന്ന് തെളിഞ്ഞ് പൗർണമി ആവുമ്പോഴേക്കും പൂർണ്ണതയിലെത്തും. അതിന് വ്യംഗ്യമായി പറയുമ്പോൾ പ്രഥമ മുതൽ ക്രമേണ വർദ്ധിച്ചു വരുന്ന ആത്മശക്തിയാണ് പൗർണമിയിൽ പൂർണ്ണതയിൽ എത്തുന്നത് എന്നാണ് പറയുന്നത്. അടുത്തതോ ശ്രീകണ്ഠാർത്ഥ ശരീരിണി, 392ാമത്തെ നാമമാണ്. ശ്രീകണ്ഠാർത്ഥ ശരീരിണി, ശ്രീകണ്ഠന്റെ അർദ്ധശരീരത്തോടു കൂടിയവൾ. ശ്രീകണ്ഠൻ ആരാണ്? പരമശിവൻ. ഇവിടെ ശ്രീക്ക് ഐശ്വര്യമെന്ന് പേരുണ്ട്. മറ്റൊരർത്ഥത്തിൽ ശ്രീ വിഷമാണ്. ഒരു പ്രത്യേക തരത്തിലുള്ള വിഷം ഉൽപ്പാദിപ്പിക്കപ്പെട്ടപ്പോൾ ആ വിഷത്തെ കണ്ടത്തിൽ മേടിച്ച ആളാണ് ശിവൻ. പാൽക്കടൽ കടഞ്ഞപ്പോൾ ആ വിഷം അലങ്കാരമായി, കണ്ടത്തിൽ അത് അലങ്കാരമായി, നീലകണ്ഠ എന്നൊക്കെ ശിവന് വർണ്ണിക്കുന്നുണ്ടല്ലോ. അലങ്കാരമായി കണ്ഠത്തിലുള്ളതാണ്
ശ്രീകണ്ഠൻ. അപ്പോൾ ശ്രീ എന്ന വിഷം അലങ്കാരമായി കണ്ഠത്തിൽ ഉള്ള ആളാണ് ശ്രീകണ്ഠൻ. ആ ശ്രീകണ്ഠ അർത്ഥശരീരിണി, ശ്രീകണ്ഠന്റെ അർത്ഥശരീരിണിയാണ് ദേവി. അർത്ഥശരീരിണി എന്ന് പറയുമ്പോൾ അർദ്ധനാരീശ്വര സങ്കല്പമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അർദ്ധനാരീശ്വര ഒരേ ശക്തി തന്നെ പുരുഷനും പ്രകൃതിയുമായി പിരിഞ്ഞ് ശിവനും ശക്തിയുമായി നിലകൊള്ളുന്ന ഒരു പരമമായ സത്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒരേ ശക്തിയാണ് പുരുഷനും പ്രകൃതിയുമായി പിരിഞ്ഞ് ശിവനും ശക്തിയുമാകുന്നത്. ആ ശിവനും ശക്തിയും ഒരേ ശരീരമായി തീർന്നു. അർദ്ധനാരീശ്വര സങ്കല്പം അതാണ്. വാക് ഉദ്ഭൂത പരാശക്തിർ യാ ചിദ്രൂപ പരാഭിത വന്ദേതാം അനിശം ഭക്ത്യ ശ്രീകണ്ഠാർത്ഥ ശരീരിണാം. ശ്രീകണ്ഠ ശബ്ദം അകാരത്തെ കുറിക്കുന്നു. ഇവിടെ എന്താ പറയുന്നത്? ശ്രീകണ്ഠ ശബ്ദം അകാരമാണ്. അതനുസരിച്ച് അകാരം ശരീരത്തിൻ്റെ അർത്ഥമായവൾ എന്ന് ദേവിക്ക് ഒരർത്ഥമുണ്ട്. മറ്റൊരർത്ഥമാണത്. അകാരം ശരീരാർത്ഥമായവൾ. അകാരമാണ് നാനാരൂപങ്ങൾ കൈക്കൊണ്ട് വൈഖരിയായി, നേരത്തെ നമ്മൾ വൈഖരിയെക്കുറിച്ച് പറഞ്ഞല്ലോ, വൈഖരിയായി ഭാഷാ പ്രവർത്തനം നടത്തുന്നത്. അതായത് സർവവർണ്ണാക്ഷരങ്ങളും ദേവിയുടെ അർത്ഥശരീരമാണ്. പല വർണ്ണങ്ങളായും സ്വരവ്യഞ്ജനങ്ങളായും ആ രൂപത്തിലെല്ലാം പ്രത്യക്ഷപ്പെടുന്നത് ഈ അകാരമാണ്. ആ അകാരമാകട്ടെ ദേവിയുടെ അർത്ഥശരീരമാണ്. അർത്ഥശരീരം പരമശിവനും അർത്ഥശരീരം ലളിതാ ത്രിപുര സുന്ദരി ശ്രീ പാർവതി തന്നെയാണ് ഇതെല്ലാം. അപ്പോൾ പാർവതിയും പരമേശ്വരനും അർദ്ധനാരീശ്വര രൂപം കൈക്കൊള്ളുമ്പോൾ ആ ശ്രീകണ്ഠാർത്ഥ ശരീരിണി എന്ന വിശേഷണമാണ് ദേവിക്ക് കൽപ്പിക്കുന്നത്. അടുത്ത ദിവസം നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. ഓം ശ്രീ മഹാദേവ്യൈ നമഃ.